ശ്രദ്ധകുറവ് കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ പുണ്യത്തിൻ്റെ നഷ്ടമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിസ്കരിക്കുന്നവൻ്റെ മുൻഭാഗത്ത് മറയുണ്ടായിരിക്കൽ സുന്നത്താണ്. മറയിൽ നിന്നും പരമാവധി 3 മുഴം അകലമാണ് ഉണ്ടാവേണ്ടത്. അതിലേറെ ഉണ്ടാവാൻ പാടില്ല. ഉയരത്തിൻ്റെ കാര്യത്തിൽ ഒരു മുഴത്തിൻ്റെ 2 ഭാഗം ആണ് ചുരുങ്ങിയതായിട്ട് ഉണ്ടാവേണ്ടത്. അതിലും ചെറിയ മറയായി പരിഗണിക്കില്ല. നമ്മുടെ പള്ളികളിലുള്ള മറയെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഉറച്ചു നിൽക്കുന്നവ, ഇളകുന്നവ. അതായത് എടുത്തു കൊണ്ടുപോകാൻ, നീക്കാനൊക്കെ പറ്റുന്ന ഇളകുന്ന മറകൾ. അതുപോലെ ചുമര് പോലെ വീതി കൂടിയ മറ, തൂണ് പോലെ വീതി കുറഞ്ഞ മറ. ഇങ്ങനെയുള്ള മറകളാണ് നമ്മുടെ പള്ളികളിൽ ഉണ്ടാവാറുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വീതി കൂടിയ മറയാണെങ്കിൽ മറയുടെ ഏത് ഭാഗത്ത് പോയിട്ടും നിസ്കരിക്കാവുന്നതാണ്. അത് 3 മുഴത്തേക്കാൾ അകലം വരരുത് എന്നേ നിബന്ധനയുള്ളൂ. എവിടെയും പോയി നിൽക്കാം, വീതി കൂടിയ ചുമര് പോലെയുള്ള മറയാണെങ്കിൽ. എന്നാൽ തൂണ് പോലെ ദഖീഖത്തായ മറ എന്നാണ് ഇനി പറയാം. ഈ ദഖീഖത്തായ മറ, വീതി കുറഞ്ഞ മറകളാണെങ്കിൽ നമ്മളെ തൂണയിൽ പെട്ട്, കസേര പെട്ട്, അതുപോലെ വാതിൽ പൊളി പെട്ട് ആളുകളെ, നിസ്കരിക്കുന്ന ആളുകളെ മറയാക്കി ചില ആൾക്കാർ നിസ്കരിക്കാറുണ്ട്. അതുപോലെ ദിക്ർ ചൊല്ലിയിരിക്കുന്ന ആളുകളുടെ ബാക്കിൽ പോയിട്ടൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മറകൾ, അങ്ങനത്തെ വീതി കുറഞ്ഞ മറകളാണെങ്കിൽ ആ മറയുടെ വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ തെറ്റിയാണ് നിൽക്കേണ്ടത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം അങ്ങനെയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഇത്തരം ദഖീഖത്തായ മറയുടെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പാലിച്ചിരുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റുമായിരുന്നു. മുത്തബിഉ സുന്നയായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അങ്ങനെ നിസ്കരിച്ചെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയായിരിക്കും നിസ്കരിച്ചതെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുവത്വയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷർഹ് സർഖാനിയും അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തെളിവെടുത്തിട്ട് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റി നിൽക്കണം, അതൊരു പ്രത്യേക സുന്നത്തായി കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, മറയിൽ ഇളകുന്ന മറയായി സ്വീകരിക്കുന്ന പല ആളുകളെയും കാണാൻ കഴിയും. പള്ളിയിൽ ചുമര്, തൂണ് പോലെയുള്ള ഉറച്ച മറകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ, അതുപോലെ വാതിൽ പൊളികൾ, കസേരകൾ, നേരത്തെ പറഞ്ഞ കുബ്ബ പോലെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പലകയുടെ കഷ്ണങ്ങൾ, മരക്കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും. പ്ലൈവുഡ് കൊണ്ടുണ്ടാക്കിയ പാളികൾ കിട്ടും. ഇപ്പോൾ വിപണിയിൽ അതൊക്കെ കിട്ടുന്നുണ്ട്. പള്ളിയിൽ കൃത്രിമമായ ഇങ്ങനെയുള്ള മറകൾ വിൽപ്പനയിൽ കിട്ടാറുണ്ട്. അതിന് കാരണം ഇപ്പോൾ തൂണുകളില്ലാത്ത പള്ളികളാണ് എൻജിനീയർമാരുണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇമാമും മഅ്മൂമും അവ്വൽ ജമാഅത്ത് കഴിഞ്ഞാൽ ദിക്റിലും ദുആയിലും മുഴുകുമ്പം പിന്നീട് വരുന്ന ആളുകൾക്ക് മുന്നിൽ മറയുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൃത്രിമ മറകളൊക്കെ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്നുണ്ട്. അത്തരം മറകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? അത് ഈ ചുമര്, തൂണ് പോലെയുള്ള ഇളകാത്ത ഉറച്ചു നിൽക്കുന്ന മറ കിട്ടാത്ത സാഹചര്യത്തിലാണ്. അങ്ങനെയുള്ള മറകൾ കിട്ടുമെങ്കിൽ ഈ മറകളെ മറകളായി സ്വീകരിക്കുകയില്ല. ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, യുജ്സിഉ കുല്ലു മാ കാന നാസിബൻ ബൈന യദൈഹി വലൗലം യകുൻ സാബിതൻ. മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മറയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയാകും. വലൗലം യകുൻ സാബിതൻ, അത് ഉറച്ചതല്ലെങ്കിലും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉറച്ചതല്ലെങ്കിലും അത് മതിയാകും എന്ന് പറഞ്ഞെടുത്ത് ശ്രദ്ധിക്കാനുണ്ട്. യുജ്സിഉ എന്നാണ് പറഞ്ഞത്, മതിയാകും എന്ന്. അപ്പോഴേ അതിന് താല്പര്യം
ഉറച്ച മറകൾ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ മുമ്പിൽ എന്തൊന്ന് സ്ഥാപിച്ചാലും മതിയാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മുന്നിൽ ഉറച്ച മറകൾ കിട്ടാത്ത സാഹചര്യത്തിൽ ആളുകളെ മറയാക്കി നിസ്കരിച്ചാലും കൂലി കിട്ടും, കസേര മറയാക്കി നിസ്കരിച്ചാൽ കിട്ടും, വാതിൽപ്പൊളി മറയാക്കി നിസ്കരിച്ചാൽ കിട്ടും. ഈ പറഞ്ഞ പലകകളും പാളികളും എന്ത് നേർച്ചപ്പെട്ടികളൊക്കെ വെക്കാറുണ്ട് ചില ആൾക്കാർ. എന്തായാലും ആ സാധനങ്ങളൊക്കെ വെച്ചാൽ മറയുടെ പ്രതിഫലം കിട്ടും. പക്ഷെ അത് എപ്പോഴാണ് ചുമര് പോലെ തൂണ് പോലെ സ്ഥിരമായി നിൽക്കുന്ന ഇളകാത്ത മറ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആ പറഞ്ഞത്. ഇനി ഒന്നും നാട്ടിവെക്കാൻ ഇല്ല, ഒരു മറയും കിട്ടാനില്ലെങ്കിൽ അവിടെ മുസല്ല വിരിച്ചാൽ മതി. മുസല്ലയും ഇല്ല എങ്കിൽ പിന്നെ മറക്ക് വേണ്ടി ഒരു വര വരച്ചാൽ മതി. നമ്മളെ പള്ളിയിലൊക്കെ ഇപ്പോൾ കാർപ്പറ്റിൽ സൊഫ് തെറ്റാതിരിക്കാനും കാർപ്പറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാവില്ല, സൊഫ് ഒരു നീണ്ട വര, ആ വരയായി സ്വീകരിക്കാം. അതൊക്കെ മറ്റ് മറകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം മറകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഏതായാലും ഈ രണ്ട് തരം മറ നമ്മളിപ്പോൾ പറഞ്ഞു, ഉറച്ചു നിൽക്കുന്നതും ഇളകുന്നതും. ഉറച്ചതുള്ളപ്പോൾ ഇളകുന്നത് സ്വീകരിക്കപ്പെടുകയില്ല. മറ്റൊരു കാര്യം പറഞ്ഞത്, വീതി കൂടിയ മറയാണെങ്കിൽ ആ മറയുടെ ഏത് ഭാഗത്തും പോയി നിൽക്കാം. വീതി കുറഞ്ഞ ദഖീഖത്തായ തൂണ് പോലെയുള്ള, പലക പോലെയുള്ള, പാളി പോലെയുള്ള, കസേര പോലെയുള്ള, വാതിൽപ്പൊളി പോലെയുള്ള, മനുഷ്യന്മാരെ മറയാക്കി വെക്കുന്നത് പോലെയുള്ള മറകളാണെങ്കിൽ ആ മറകളുടെയൊക്കെ ഇടത് ഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ തെറ്റി നിൽക്കൽ പ്രത്യേകം സുന്നത്താണ്. പണ്ഡിതന്മാർ അതിന് കാരണം പറഞ്ഞത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം ദഖീഖത്തായ മറയുടെ മുമ്പിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റാറുണ്ടായിരുന്നു. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ എന്ന മുത്തബിഉ സുന്നയായ സ്വഹാബി വര്യൻ നിസ്കരിച്ചിരുന്നത് അങ്ങനെയായിരുന്നു എന്ന് മുവത്വയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷറഹു സർഖാനിയിൽ പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ ദഖീഖത്തായ മറ പാലിക്കുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റി നിൽക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാൻ്റെ ഈ നിസ്കാരത്തിൽ നിന്ന് തെളിവെടുത്തിരിക്കുന്നു എന്ന് സർഖാനി പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അങ്ങനെ ഒരു ദഖീഖത്തായ മറയുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇടത് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വലത്തെ ഭാഗത്തേക്കോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തെറ്റി നിൽക്കണം. അതിന് വേറെയും രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽ ഒന്ന് മറക്ക് താഴ്മ കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. മറക്ക് താഴ്മ, ഒരു ആദരവ് കൊടുക്കുന്നുണ്ടോ എന്ന് കാണുന്നവർക്ക് തോന്നിപ്പോകും. അതുണ്ടാവാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം റംലി തൻ്റെ നിഹായയിൽ പറയുന്നു, വസുന്ന അൻ യഖിഫ അൻ യമീനിൽ അമൂദി ഔ ഷിമാലിഹി ലി അന്ന മുഖാബലതഹു ഫിൽ വസ്തി യുഷ്ഇറു ബിത്തഅളീമി ലഹു എന്ന്. അതായത് ഒരു തൂണിൻ്റെ നേരെ ആരെങ്കിലും നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റി നിൽക്കേണ്ടതാണ്, അത് സുന്നത്താണ്. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അതിന് നേരെ മുഖാബലയായിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് യുഷ്ഇറു ബിത്തഅളീമി ലഹു, അതിനെ ആദരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ്. കാഴ്ചക്കാർക്ക് അങ്ങനെ തോന്നിപ്പോകും. ആ നിസ്കാരത്തിൽ അതുപോലും പാടില്ല. അതിനാൽ ഒന്ന് തെറ്റി നിൽക്കേണ്ടതാണെന്ന് അവരൊരു കാരണം പറയുന്നു. മഹാനായ ഇമാം റംലിയാണിത് പറഞ്ഞതെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി റഹ്മത്തുള്ളാഹി തആല അലൈഹി തുഹഫയിൽ പറയുന്നത്, വയുസന്നു അൻ യമീല അൻ വസ്തി സിത്ര, മറയുടെ മധ്യത്തിൽ നിന്ന് മാറി നിൽക്കൽ, തെറ്റി നിൽക്കൽ സുന്നത്താകുന്നു. ഇതാ കാലത്ത് ദഖീഖത്തായ മറയാണെങ്കിൽ, വീതി കുറഞ്ഞ തൂണ് പോലെയുള്ള മറയാണെങ്കിൽ, ലി അല്ലാ യുതവഹമ അന്നഹു യുസല്ലി ഇലൈഹ, ആ മുമ്പിലുള്ള മറക്ക് നേരെ നിസ്കരിക്കുമ്പോൾ അതിലേക്ക് തിരിഞ്ഞാണോ നിസ്കരിക്കുന്നതെന്ന് തോന്നാതിരിക്കാൻ വേണ്ടി. കമാ യഫ്അലുൽ അബദത്തു ലി അസ്നാമിഹിം, വിഗ്രഹാരാധകർ
വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്നത് പോലെ. വിഗ്രഹാരാധകർ വിഗ്രഹങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അതിന് നേരെയാണ് അവരുടെ പ്രാർത്ഥന നടത്താറുള്ളത്. അതുപോലെ തോന്നിപ്പിക്കും ഒരു തൂണിനോ അല്ലെങ്കിൽ ദഖീഖത്തായ മറ്റു മറകളിലേക്കോ തിരിഞ്ഞ് നിന്ന് നേർക്ക് നേരെ നിന്ന് നിസ്കരിക്കുമ്പോൾ. അതിനാൽ ഒന്നുകിൽ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് തെറ്റി നിന്ന് നിസ്കരിക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അല്ലാഹു തആല എല്ലാ നന്മക്കും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.